അതിഗംഭീരവും മനോഹരമായ വയനാട്ടിലെ ഒരു അടിപൊളി 5 സ്റ്റാർ റിസോർട്ടിൽ ഒന്ന് താമസിച്ചിട്ട് വന്നാലോ? വരൂ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സമയം ഇപ്പോൾ വൈകിട്ട് 6:20. അപ്പം ഇന്നും നമ്മൾ ഒരു യാത്ര പോവാണ്. എങ്ങോട്ടാന്ന് പോകുന്ന വഴിക്ക് പോവാം. അങ്ങനെ നേരെ ബസ് കയറി തൃശ്ശൂരിലോട്ട്. ഇനി അവിടെ നിന്നാണ് നമുക്ക് പോകേണ്ടത്. തൃശ്ശൂരിൽ നിന്നുള്ള ആൾക്കാർ മൊത്തം അവിടെ നിന്ന് കയറും. അങ്ങനെ ഞാൻ തൃശ്ശൂർ എത്തിയപ്പോൾ ആർദ്രേച്ചിനെ കണ്ടു. ആർദ്രേച്ചിയും ഞാനും പിന്നെ ബാക്കിയുള്ള വ്ളോഗേഴ്സും ചേർന്നിട്ടാണ് തൃശ്ശൂരിൽ നിന്ന് പോകുന്നത്. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരള, ഞങ്ങളുടെ വ്ളോഗർമാരുടെ അസോസിയേഷൻ്റെ മീറ്റപ്പാണ് ഇപ്പം ഞങ്ങൾ വയനാട് വെച്ച് നടത്തുന്നത്. അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. കാലത്തൊരു 5 മണിയോടുകൂടി നമ്മൾ റിസോർട്ടിലെത്തി കേട്ടോ. അപ്പോൾ 5 മണിക്കുള്ള കാഴ്ചയാണിത്. ഞാൻ അങ്ങനെ നേരെ റൂം കീ റിസപ്ഷനിൽ നിന്ന് വാങ്ങി. അടിപൊളി റിസപ്ഷനാണ്. ഞാൻ അങ്ങനെ നേരെ റൂമെത്തി. NFC കീ ആണ് കേട്ടോ. ഇത് ജസ്റ്റ് ടച്ച് ചെയ്താൽ അൺലോക്ക് ആവും. അതിനുശേഷം റൂമിൽ വന്നപ്പോൾ അതിഗംഭീരമായ റൂം. മിററിൻ്റെ ഒരു കളി തന്നെയാണ് കേട്ടോ. തുറന്ന് നോക്കിയപ്പോൾ 2 ഡ്രസ്സ് ഉണ്ട്. പിന്നെ ഞാനിവിടെ ബാഗ് വെച്ചു. ഇനി നമ്മളുടെ റൂം ചുറ്റിക്കാണലാണ്. മനോഹരമായ റൂം. എൻ്റെ ഒപ്പം ഇവിടെ 2 പേരാണ് പറഞ്ഞിട്ടുണ്ടായത്, ഞാനും വേറൊരാളും. പക്ഷേ ആൾ അൺഫോർച്ചുനേറ്റ്ലി വന്നിട്ടില്ല. ഇതാണ് നമ്മുടെ വാഷേരിയെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണിച്ചു തരാം. ഈ റൂമൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടോ. ബെഡൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ, വെൽ സെറ്റപ്പ്. നല്ല ഒരു അടിപൊളി ചെയറും വെച്ചിട്ടുണ്ട് അവിടെ. തൃശ്ശൂരിൽ നിന്ന് ഒരു 9 മണിക്കാണ് നമ്മുടെ ബസ് എടുത്തത്. അങ്ങനെ 9 മണിക്ക് ബസ്സിൽ കയറി. ഏകദേശം ഒരു 5 മണിയായപ്പോൾ നമ്മൾ ഇവിടെ എത്തി. അപ്പോൾ നേരെ ചെന്ന് കിടക്കേണ്ടതിന് പകരം ഞാൻ എല്ലാം ഒന്ന് വീഡിയോ ഇട്ടു. കാരണം ഇത്രയും അടിപൊളിയായിട്ടുള്ള റൂമും സെറ്റപ്പൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് അങ്ങനെ തന്നെ ഞാൻ വീഡിയോയിലെടുത്തു. അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൻ്റെ കോലം ചിലപ്പോൾ മാറും. അപ്പോൾ ഞാൻ ഈ ബെഡിലിരുന്നു. കിടിലൻ. ഇങ്ങനെ ഇരുന്നപ്പോൾ തന്നെ നല്ല അടിപൊളി. എന്നാൽ പിന്നെ കിടന്നു നോക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി തന്നെയാണ്. ഇതൊരു 5 സ്റ്റാർ റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. വാശേരിയാണിത്. നല്ല അടിപൊളി വാശേരിയ. അതുപോലെ തന്നെ ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? ഡ്രസ്സ് ഇടാനുള്ള കൊട്ടയാണ്. പിന്നെ ഇവിടെ ഒരു സോഫ സെറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ടായി. അതിനകത്ത് ഞാൻ കുറച്ച് നേരം കയറിയിരുന്നു. ഫ്രണ്ടിൽ എന്തോ ഒരു കാർഡ് ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ മറിച്ച് നോക്കി. ഹേ ഗൈസ്, സമയം ഇപ്പോൾ 7 മണി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ ഏറെക്കുറെ ഒരു 4:30-5 മണി സമയത്താണ് ഇവിടെ എത്തിയത്. ആൻഡ് നിങ്ങൾക്ക് ആർ യു റെഡി ഫോർ സീ ദാറ്റ്? ഞാനിപ്പോൾ സംഭവം കാണിച്ചു തരാം. വെൽക്കം ടു വയനാട്. അങ്ങനെ കാലത്ത് എൻ്റെപ്പോൾ തന്നെ ഞാൻ ഷൂട്ട് തുടങ്ങി. ഇതാണ് നമ്മുടെ ബാൽക്കണി കേട്ടോ. ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചയാണിത്. വളരെ മനോഹരമായിട്ടുള്ള പച്ചപ്പുള്ള കാഴ്ച. നല്ല ഒരു വ്യൂ ആണ് ഗൈസ്. അയ്യോ, ഞാനൊരു 8 മണിയാകുമ്പോൾ ഇരിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ 7 മണിയായപ്പോഴേക്കും ഞാൻ എണീറ്റു. ഞാൻ നേരെ പുറത്ത് വന്നിരുന്ന് ഈ സോഫയിലിരുന്ന് പുറത്തെ ആ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു ബാൽക്കണി വ്യൂ ഒന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ചായ ഇട്ട് കുടിച്ചാലോ എന്ന് ആലോചിച്ചത് ഈ ഒരു സ്ഥലത്ത് നിന്ന്. അപ്പറ്റിലോണായി ഞെക്കുന്നു. വെള്ളം തിളച്ചു. കെറ്റിൽ ഇതുപോലെ ഓഫാക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഓപ്പൺ ആക്കുക. എൻ്റെ പനി വെള്ളം നന്നായി തിളച്ചു. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ കാപ്പി ദേ ഇരിക്കുന്നു. നല്ല അടിപൊളി ഫ്രൈം ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അങ്ങനെ വെച്ചു. ഇനി ഈ കാപ്പിയും കുടിച്ച് കാലത്തെ പരിപാടികളൊക്കെ തീർത്തിട്ട് വീണ്ടും ഇവിടെ നമ്മുടെ ഓണാഘോഷം പരിപാടികളൊക്കെ ഉണ്ട്. അത് അടുത്തടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് തന്നെ നമുക്ക് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഒന്ന് ഫുഡ് കഴിക്കാൻ പോകണം. അതും നമുക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ സോഫയിൽ ഇരുന്ന് ഒന്ന് ചായ കുടിക്കട്ടെ. ബാക്കി കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ.